സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ. വെற்றிவேல் മുരുകനുക്ക് ഹരോ शरणमय्यप्पा. जय बोलो सद्गुरु महाराज की जय. समस्त भागवतों की जय. समस्त गुरुमंडली की जय. समस्त भागवतों की जय. समस्त भजन मंडली की जय. समस्त साधु मंडली की जय. गोविंद नाम संकीर्तनम. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. HSTL പേജില് വളരെ കാലമായിട്ട് നമ്മൾ പല രീതിയിലുള്ള നാമസങ്കീർത്തനങ്ങളും അതുപോലെ സത്സംഗങ്ങളും ഒക്കെ നിർവഹിക്കാറുണ്ട്. ഈ വർഷം ഈ ചിങ്ങമാസത്തിന്റെ പുണ്യമായിട്ട് അഷ്ടമരോഹിണി നാളിൽ അല്പനേരം ശ്രീകൃഷ്ണ നാമാർച്ചന എന്നുള്ള രീതിയിൽ ഈ സുദിനത്തിൽ ഭഗവാന്റെ കീർത്തനങ്ങളുമായി നമുക്ക് ഇഴകിച്ചേരാം. നമ്മളെല്ലാവരുടെയും ആചാര്യനും ഗുരുനാഥനുമായ ശ്രീ മോഹൻജിയുടെ നിർദ്ദേശപ്രകാരം, അനുഗ്രഹപ്രകാരം, ആശീസ് പ്രകാരം ആണ് നമ്മൾ ഇന്ന് ഈ സത്സംഗം നിർവഹിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും സാന്നിധ്യങ്ങളും അനുഗ്രഹവും ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുകയാണ്. ഈ കൃഷ്ണാവതാര ദിനം അഥവാ അഷ്ടമരോഹിണി എന്നുള്ള ഈ സുദിനത്തിൽ ഭഗവാന്റെ നാമങ്ങൾ നമ്മുടെ ഓരോ ഭവനങ്ങളിലും അതുപോലെ നാം ആകുന്ന ഓരോ കൃഷ്ണപ്രേമിമാരുടെ കാതുകളിലേക്കും ഭഗവാന്റെ നാമാവതാരത്തോടു കൂടിയിട്ടുള്ള ആ അവതാര അനുഭവം ഉണ്ടാകട്ടെ എന്നുള്ള സങ്കല്പത്തോടു കൂടി ആരംഭിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും അഷ്ടമരോഹിണി ആശംസകൾ നേർന്നുകൊണ്ട് ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, അണിയറയിലും പിന്നണിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അവരുടെ സങ്കല്പങ്ങളെല്ലാം ഭഗവാൻ വേണ്ട വിധത്തിൽ അനുഗ്രഹിച്ചു തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഒരു ഗണപതി കീർത്തനത്തോടുകൂടി. ഗോവിന്ദനാമ സങ്കീർത്തനം.
गणपतये नमो नमः 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 सिद्धिविनायक मूर्ति की जय, विघ्न निवारण मूर्ति की जय। गोविंद नाम संकीर्तनम गोविंद गोविंद वाणी सरस्वती वीणागान प्रियवी वाणी सरस्वती वीणागान प्रियवी वाणी सरस्वती वीणागान प्रियवी वाणी सरस्वती वीणागान प्रियवी वेदम्बरमित्युता गाता वेदम्बरमित्युता गाता वेदम्बरमित्युता गाता वेदम्बरमित्युता गाता वाणी सरस्वती वीणागान प्रियवी वाणी सरस्वती वीणागान प्रियवी वेदम्बरमित्युता गाता वेदम्बरमित्युता गाता वेदम्बरमित्युता गाता वेदम्बरमित्युता गाता अम्बिके जगदम्बिके अम्बिके जगदम्बिके अम्बिके जगदम्बिके अम्बिके जगदम्बिके अम्बत्वम् अक्षरमे
അമ്പത്തൊന്നക്ഷരമെന്നാവിൽ കളിയടുവാൻ അമ്പത്തൊന്നക്ഷരമെന്നാവിൽ കളിയടുവാൻ അമ്പത്തൊന്നക്ഷരമെന്നാവിൽ കളിയടുവാൻ അമ്പത്തൊന്നക്ഷരമെന്നാവിൽ കളിയടുവാൻ ഏകംബരമിരിക്കു താതാ ഏകംബരമിരിക്കു താതാ ഏകംബരമിരിക്കു താതാ ഏകംബരമിരിക്കു താതാ ഏകംബരമിരിക്കു താതാ ഏകംബരമിരിക്കു താതാ ഈശ്വരി ജഗദീശ്വരി ഈശ്വരി ജഗദീശ്വരി ഈശ്വരി ജഗദീശ്വരി ഈശ്വരി ജഗദീശ്വരി ജ്ഞാനം കൂടാതെ തവ നാമം ജപിക്കുവാൻ 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 ഏകംബരമിരിക്കു താതാ ഏകംബരമിരിക്കു താതാ ഏകംബരമിരിക്കു താതാ ഏകംബരമിരിക്കു താതാ വാണി സരസ്വതി വീണാഗാനപ്രിയനി വാണി സരസ്വതിയെ വീണാഗാനപ്രിയനി വാണി സരസ്വതി വീണാഗാനപ്രിയനി വാണി സരസ്വതിയെ വീണാഗാനപ്രിയനി ഏകംബരമിരിക്കു താതാ 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 जय बोलो माता सरस्वती देवी की ജയ जय बोलो सद्गुरु महाराज की ജയ सद्गुरु महाराज की ജയ सर्वत्र गोविंद नाम संकीर्तनं ഗോവിന്ദ ഗോവിന്ദ कृष्णाय वासुदेवाय देवकी नंदनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोप कुमाराय गोविन्दाय नमो नमः ശ്രീകൃഷ്ണ ഭഗവാന്റെ നമ്മളിലെ ഹൃദയത്തിലേക്കുള്ള കടന്നുവരവ് അഥവാ ഓരോ ഭക്തനും കൃഷ്ണഭക്തന്മാരും ആഗ്രഹിക്കുന്നത് കൃഷ്ണസാമീപ്യമാണ്. ആ കൃഷ്ണസാമീപ്യത്തെ വേണ്ട വിധത്തിൽ അനുവാചകരുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ പാകത്തില് കനകദാസ് എന്നുള്ള ഒരു ഭക്തോത്തമൻ എഴുതിയ, ഹൃദയം കൊണ്ട് എഴുതിയ ആ വരികൾ ഇന്നും പ്രസിദ്ധമാണ്. ശാസ്ത്രീയ സംഗീതത്തിലായാലും ഭജനകളിലായാലും
മറ്റേത് സത്സംഗത്തിലായാലും ഈ കീർത്തനം എപ്പോഴും മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വളരെ പ്രസിദ്ധമായ യമുന കല്യാണി എന്നുള്ള രാഗത്തിലുള്ള കൃഷ്ണാനി വേഗനെ വാരോ എന്നുള്ള ആ കീർത്തനം നമുക്ക് ആസ്വദിക്കാം. നമ്മുടെ ഉള്ളിലേക്ക് കേൾക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഭഗവാന്റെ അവതാരിയായ ഭഗവാന്റെ ആഗമനം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സങ്കല്പത്തോടുകൂടി ആ കീർത്തനത്തിലേക്ക് നമുക്ക് കടക്കാം. ആ കീർത്തനത്തിന്റെ അവസാനത്തിൽ അതിൻ്റെ കൂടെ ഒരു നാമാവലിയും ചേർത്ത് നമുക്ക് എല്ലാവർക്കും പാടുകയും ചെയ്യാം. കൃഷ്ണ 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 Krishna
ശ്യാമസുന്ദര വദന മോഹന വൃന്ദാവന വിഹാരി 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 വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി 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 ശ്യാമസുന്ദര വദന മോഹന വൃന്ദാവന വിഹാരി ശ്യാമസുന്ദര മദന മോഹന വൃന്ദാവന വിഹാരി ശ്യാമസുന്ദര വദന മോഹന വൃന്ദാവന വിഹാരി ശ്യാമസുന്ദര മദന മോഹന വൃന്ദാവന വിഹാരി ശ്യാമസുന്ദര വദന മോഹന വൃന്ദാവന വിഹാരി ശ്യാമസുന്ദര മദന മോഹന വൃന്ദാവന വിഹാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി 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 ഗോവർദ്ധന വിഹാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന വിഹാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി 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 ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന ഗിരിധാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന ഗിരിധാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന ഗിരിധാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി 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 ജീവന ഗോവർദ്ധന ഗിരിധാരി ലാൽ കി ജയ രാധേശ്യാം 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 എല്ലാ നാമപ്രേമികളും ഭാഗവത ഗുരുനാഥന്മാരും സജ്ജനങ്ങളും പ്രഭാഷകരും
വളരെ ഊന്നൽ കൊടുത്ത് പറയപ്പെടുന്ന ഒരു കാര്യമാണ് നാമസങ്കീർത്തനം. ഭാഗവത നിയമപ്രകാരം അല്ലെങ്കിൽ ഭാഗവത പ്രകാരം നോക്കുമ്പോൾ നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രണാശനം എന്ന ഒരു മഹാവാക്യമുണ്ട്. ഏതൊരാളുടെ നാമസങ്കീർത്തനമാണോ സർവപാപങ്ങളെയും ഇല്ലാതാക്കി തീർക്കുന്നത്, ആ നാമത്തിനും നാമിക്കും നമസ്കാരം എന്നുള്ളത്. മഹാനായ ഒരു ഭാഗവത ആചാര്യൻ സൂചിപ്പിച്ചു, ഇത് ആത്മീയ ഗുരുനാഥന്മാർ പറയാറുള്ളതുമാണ്, ഭഗവാന്റെ ഓരോ നാമം ചൊല്ലുമ്പോഴും ആ നാമം പ്രതിനിധാനം ചെയ്യുന്ന ഒരു കഥാഭാവമുണ്ട്. അപ്പൊ നമ്മളിവിടെ പാടിയ വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിവരധാരി എന്നുള്ളത്, ഈ നാമങ്ങൾ സത്യത്തിൽ നമ്മളെ എവിടേക്ക് കൊണ്ടുപോകുന്നു? നമ്മളെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അഥവാ നമ്മളെ ഭഗവാന്റെ കൂടെയുള്ള ആ വൃന്ദാവന വിഹാരിയുടെ കൂടെ നമ്മുടെ മനസ്സിനെ ലയിപ്പിക്കുകയാണ്. ഗോവർദ്ധനഗിരിധാരി എന്നുള്ള നാമം ചൊല്ലുമ്പോൾ ഗോവർദ്ധന പർവ്വതത്തെ ഉദ്ധരിച്ച് ഉയർത്തി ഗോകുലത്തെ സംരക്ഷിച്ച ഭഗവാന്റെ ഒരു വലിയ ലീലയെ ഒറ്റ നാമത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നല്ല പാകപ്പെട്ട മനസ്സാണെങ്കിൽ ഭഗവാന്റെ ഓരോ കീർത്തനങ്ങള് ചെല്ലുമ്പോൾ, ഓരോ നാമാവലികൾ പാടുമ്പോഴും ആ നാമം നമ്മുടെ മനസ്സിനെ നാമിയിലേക്ക് ബന്ധിപ്പിക്കുകയാണ്. അതാണ് എൻ്റെ മഹത്വം. അതുകൊണ്ടാണ് ഓരോ നാമം, ഇപ്പോ വീണ്ടും ഉദാഹരണം, രാമൻ എന്ന് പറയുമ്പോൾ രമിപ്പിക്കുന്നവൻ, കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ആകർഷിക്കുന്നവൻ, എല്ലാവരെയും ആകർഷിക്കുന്നവൻ. അപ്പോ കൃഷ്ണനാമം ചൊല്ലുമ്പോഴൊന്നുണ്ടാവും, ഭഗവാൻ ഓരോരോ ഭക്തന്മാരെ തന്നിലേക്ക് ആകർഷിച്ച ലീലകൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരണം, പൊന്തി വരണം എന്ന് ചുരുക്കം. അങ്ങനെയാണ് നാമം ചൊല്ലേണ്ടത്, നാമം കേൾക്കേണ്ടത്, നാമജപത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടത്. അപ്പോഴാണ് ജപയോഗം എന്നുള്ളത് അനർത്ഥമായി തീരുകയും നമുക്ക് ആ ഒരു തരത്തിൽ ഈ സുദിനത്തിൽ നമ്മുടെ മനസ്സിനെ കേവലം നമ്മളുടെ രസന മാത്രമല്ല, കാത് മാത്രമല്ല, നമ്മുടെ മനസ്സ് ഭഗവാന്റെ ആ കീർത്തനത്തിൽ കൂടെ അല്പനേരം ലയിക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് വീണ്ടും നാമത്തിലേക്ക് കടക്കാം. ഭഗവാന്റെ അവതാര ലീലകൾ പോലെ തന്നെയാണ് ജഗദംബികയായിട്ടുള്ള അമ്മയുടെ ദുരിതാമങ്ങളും എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഭഗവാന്റെ തിരു അവതാരത്തിനോടൊപ്പം നടന്ന ഒരവതാരമാണ് ജഗദംബികയുടെ അവതാരം. അതുകൊണ്ട് നമുക്ക് അമ്മയുടെ ഒരു നാമാവലി, പ്രസിദ്ധമായ മഹിഷാസുരമർദ്ദിനി സ്തോത്രം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചൊല്ലാം. അമ്മയുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഐഗിരി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദിനുതേ ഗിരിവരനിന്ദശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി വിഷ്ണുനുമേ ഭഗവതി ദേശിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ महिषासुरमर्दिनि रम्यकवर्धिनि शैलसुते सुरवरवर्षिणि दुर्धरदक्षिणि दुर्मुखमक्षिणि अक्षरते त्रिभुवनपोषिणि शङ्करतोषिणि कुल्विषमोषिणि दोषरते नभुजनिरोषिणि जिविसुधरोषिणि दुर्मदशोषिणि सिन्धुसुते जय जय हे महिषासुरमर्दिनि रम्यकवर्धिनि शैलसुते अयि जगदम्ब मदम्ब कदम्ब वनप्रियवासिनि आसरते शिखरि शिरोमणि तुङ्गनिवालय शृङ्गनिजम्नय मध्यगते मधुमधुरे
मधुकैटभभञ्जिनि कैटभभञ्जिनि दासरथे जय जय हे महिषासुरमर्दिनि रम्यकभञ्जिनि शैलसुते गजाधिपते गजगन्धपितारण चण्डपराक्रम शम्भृगाधिपते निजभुजगन्धविभावित चण्डविभावित मुण्डबडाधिपते जय जय हे महिषासुरमर्दिनि रम्यकभञ्जिनि शैलसुते ऐरण दुर्मद शक्तिकृते विचाररुदीन महाशिवभूतप्रमदाधिपते धुराशय दुर्मविधानवधूतकृतान्तमते जय जय हे महिषासुरमर्दिनि रम्यकभञ्जिनि शैलसुते मयि शरणागत वैरिवधूवरवीरवराभयदानकरे त्रिभुवनमस्तकशूलविरोधिशिरोधिकृतामलशूलकरे भूमि भूमि दामरदुन्दुविनादमहोमुखरीकृतविद्मकरे जय जय हे महिषासुरमर्दिनि रम्यकभञ्जिनि शैलसुते धूम्रशते समयविशोषितशोणितदीर्घसमुद्भवशोणितबीजलते शिव शिव शुम्भ निशुम्भ महाकमलर्पितभूतपिशाचरते जय जय हे महिषासुरमर्दिनि रम्यकभञ्जिनि शैलसुते रनु शङ्कर लक्षण सन्दवयस्फुरगन्धनटपटते कनकविशङ्गपुषध्वनिशङ्गरसत्वरसुन्दरहतावडुते विकटतुरङ्गबलक्षितिरङ्गगणगौरङ्गगणगणुते जय जय हे महिषासुरमर्दिनि रम्यकभञ्जिनि शैलसुते सुरललना तततो 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 गिरयोत्तरनृत्यरते कुकुदो कुकुदो गडदादिगणालकुतूहलगानरते कुकुकुकुकुड धिमिधिमिगद्गणिधीरवचन्दनिनादरते जय जय हे महिषासुरमर्दिनि रम्यकभञ्जिनि शैलसुते जय 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 शब्दपरस्तुतितत्परविश्वनुते वनवन विञ्जिनि विञ्चदनोपुरसञ्चितमोहितभूतपते नटिजनटाचनटीनटनायकनाटितनाट्यसुधाररते जय जय हे महिषासुरमर्दिनि रम्यकभञ्जिनि शैलसुते सुमनोहरकान्तियुते सुदरजनी रजनी 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 धनवक्त्रकृते सुनयन विभ्रमर भ्रमर 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 भ्रमराधिपते जय जय हे महिषासुरमर्दिनि रम्यकभञ्जिनि शैलसुते मल्लिगमल्लरते निरजितवल्लिगमल्लिगमल्लिगमल्लिगवर्गवृते सितकृतपुण्यसमुल्लसितानुमल्लजवल्लभशल्यलिते जय जय हे महिषासुरमर्दिनि रम्यकभञ्जिनि शैलसुते अविरलगन्धगणन्मदमेधुर
गजराजनवे त्रिभुवनभूषण भूतकलानिधि रूपपयोनिधि रागसुते अयि सुदती जनयाल समानस मोहन मन्मथ राजसुते जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुते कलिकामलकान्तिकलाकलिकामलकालकले सकलविलासकलानिलयक्षमगे विजय कलहंसकुले हरिकुलसङ्कुलविमलय मण्डलमौलिमिल बहुलालिकुले जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुते मंजुवरे नीलपुरिंद मनोहर गुंजित रंजित शैलनि गुंजरते निज गुण भूत महाशबरी गण सद्गुण समृद्ध केळि प्रदे जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुते प्रमयोगतिरस्कृतचन्द्ररुचे प्रणतसुरासुरमौलिमणिस्फुरदंशुलसंज्ञकचन्द्ररुचे निजकनकाचलमौलिपदोज्झितमन्मकुचे जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुते सहस्रकलैकसहस्रकलैकनुते सुरसुरतारक संबरतारक संबरतारक सूनुते सुरस समाधि समान समाधि 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 सुधारके जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुते कमलं करुणानिलये द्वैतस्य शिरोमुदिनं शशिरे अयि कमले कमलानिलये कमलानिलयस्य कलं न भवेत् तव पदमेव परं पदमित्यनुशीलयतो मम किन्तु शिवे जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुते अनंगल सकल सिंधुजलयनु संजीवते गुणरंगभुवं तवचिन्नसजीभुजकुम्भतटी हरिकुम्भसुखानुभवं तव चरणं शरणं करवाणिन कामरवाणिनि वासि शिवम् जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुते तव विमलेन्दुकुलं वदनेन्दुमलं सकलं अनुकूलयते विमुखुरुदपुरी सुमुखी सुमुखी विमुखी प्रियते मम तुमलं शिवनामधने भवति कृपया विमुखप्रियते जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुते अयि मयि दीनदयालुदया कृपैकया भवितव्यमुने अयि जगतो जननी कृपयासि यथासितरा भूमिरासिरते यदुचितमप्रभव गुरुहि गुरुता गुरुता मम गुरुते जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुते जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुते जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुते सर्वत्र गोविन्दनाम संकीर्तनम् गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनम् श्री महादेवी സനാതന ധർമ്മത്തിന്റെ തൂണുകളാണ് ഭഗവാന്റെ ഓരോ നാമങ്ങളും എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാവില്ല.
സനാതനധർമ്മത്തിന് എതിരെ ശബ്ദങ്ങൾ ഉയരും. ഹിരണ്യകശിപുവിന്റെ കാലഘട്ടത്തും ഹിരണ്യാക്ഷന്റെ കാലഘട്ടത്തും അതുപോലെ രാവണന്റെ കാലഘട്ടത്തും ഒക്കെ വിപരീത ശബ്ദങ്ങൾ ഒക്കെ ഉയർന്നതാണ്. അപ്പൊ അത് ഏത് കാലത്തും ഉണ്ടാകും എന്നുള്ളത് പുരാണ കഥകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തും സനാതനധർമ്മത്തിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരെ ഭക്തിക്കെതിരെയൊക്കെ ഒരുപാട് വിമർശനങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ തളരാതെ, അതിൻ്റെ പുറകെ പോകാതെ ഭഗവാന്റെ നാമങ്ങളെ മുറുകെ പിടിച്ച് അതാണ് എൻ്റെ ശക്തി. പ്രഹ്ലാദൻ പറഞ്ഞുവല്ലോ, ഭഗവാൻ എവിടെയുണ്ട് എന്ന് ഹിരണ്യകശിപു ചോദിച്ചപ്പോൾ എല്ലാ ദിക്കിലും ഉണ്ട്, എന്തുകൊണ്ട് ഈ തൂണിൽ കാണുന്നില്ല, ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. തന്റെ നേർക്ക് വാളോങ്ങി വന്നപ്പോഴും ഭയപ്പെടാതെ തന്നെ രക്ഷിക്കുന്ന എന്നല്ല, ലോകത്തെയും രക്ഷിക്കുന്ന ഈശ്വരൻ കൂടെയുണ്ട് എന്ന് ആ വാക്കാണ് സത്യത്തിൽ അവതാരം. അപ്പൊ ആ നാമമാണ് അവതാരം. അതുകൊണ്ടാണ് ഭഗവാന്റെ നാമങ്ങളെ ഓരോന്നിനെയും അവതാരങ്ങളായിട്ട് കോട്ടൂരിനെ പോലെയുള്ള ഭക്തകവികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ നാമങ്ങളെ മുറുകെ പിടിക്കുക. സനാതനധർമ്മത്തിന്റെ നേരെ എപ്പോഴൊക്കെ അധർമ്മത്തിന്റെ കംസന്റെ വാളുകൾ ഉയരുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ ഭഗവാന്റെ നാമമാണ് മുറുകെ പിടിക്കേണ്ടത് എന്നുള്ളൊരു സന്ദേശം നമുക്ക് ഇതിലൊക്കെ കാണാൻ സാധിക്കും. ഭക്തശിരോമണി വാഴകുന്നത്തിന് വളരെ പ്രസിദ്ധമായ ഒരു ഭാഗവത കീർത്തനമാണ് നീലക്കല്ല്. അദ്ദേഹം എത്രയോ കാലം മുമ്പ് എല്ലാവർക്കും ആ നീലക്കല്ലിനെ പ്രദാനം ചെയ്തു. എത്രയോ ഭാഗവത സപ്താഹയജ്ഞ വേദികളിൽ, എത്രയോ നാമസങ്കീർത്തന വേദികളിൽ ആ നീലക്കല്ല് ഇന്നും നീലിമയോടുകൂടി വളരെ ശോഭനമായ ആ ഭാവത്തിൽ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നു. ആ ഗുരുവര്യനെ അനുസ്മരിക്കുന്നതോടൊപ്പം ശ്രീഗുരുവായൂരപ്പനെ നീലക്കല്ലിന്റെ അഞ്ജനശ്രീധരൻ ഭാവത്തിൽ നമുക്കും ദർശിക്കാൻ സാധിക്കും. ഈ നാമ കീർത്തനത്തിൽ കൂടെ നമുക്ക് എല്ലാവർക്കും അത് ചൊല്ലാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. കല്ലു വേണോ നീല നീളം പോലും നല്ല കല്ലു വേണം, നല്ല വേരോടുന്ന കല്ലു വേണമോ. ഇന്ദ്രനീലമണി വർണ്ണം പൂണ്ടു ലക്ഷ്മി പക്ഷശീല ആദരമോദം ദേവങ്ങുമ കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. ദേവഗീതരത്തിൽ നിന്നു ലയിച്ച ദേവകൾക്കും മോഹമേറ്റും കല്ലു വേണമോ. ദുർഗാഭഗവതിയെ പകരമായി കൊടുക്കാനും ദുർഗമാക്കുമെന്നാൽ തീർന്ന കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ശൗരിയോട് വിശുദ്ധനെ വാങ്ങിയതാം കല്ലു വേണമോ. ഗോപബാലന്മാരാമുത്തുമാലയുടെ നടുക്കാണി ഗോപതിയായി നിന്നും കൃഷ്ണ കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. സ്ത്രീകരത്തിൽ പൂജകോരത്തിൽ നല്ല വണ്ണം രസിക്കാം കല്ലു വേണമോ. സുഖങ്ങളിൽ മുഴുകിടം മഹാജനം ചൂടും
കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ ഹൃദയത്തിൽ ഹരി പോലെ മായാബന്ധം മോറിച്ചോടെ മുതീനാക്കിടുമാക്കയോ വേണമോ ധരിക്കുന്നിൽ വേണ്ടനായി കോതിയിലും ത്യജിക്കുവാൻ വീടുക്കമുണ്ടാക്കി തീർക്കും കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ പോയില്ല നേരം പോലും നല്ല കയ്യോ വേണം നല്ല വൈവിത്തേരോലും കയ്യോ വേണമോ ഏവം പരരക്ഷയ്ക്കായി കയ്യു വിൽക്കും ജോലി തന്നെ ഭവസുനു ദേശം തോറും ചുറ്റിപ്പിക്കുമോ നാരായണ 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 മന്ദാരം തുളസി മാലകൾ ചാത്തി ഗുരുവായൂരപ്പാനിന്നെ കണി കാണണം ചോടിക്കൊണ്ടും മഞ്ഞത്തൂകി ചുറ്റിക്കൊണ്ടും മണിക്കുഴയൂരിക്കൊണ്ടും കണി കാണണം നാരായണ 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 മാനത്തു കഴിയുണ്ടോ വാസനക്കുവഴിയുണ്ടോ കോവിതമാർ കോവിക്കുന്നോരുടെ കാണണം അടിയന്റെ അസുരീണോ മുതിർന്നോട് കാവിൽ കോതി കൈക്കൊള്ളുവാൻ കണി കാണണം നാരായണ 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 രാധാ ഗോവിന്ദ 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 ഗുരുവായൂരപ്പാനിന്നെ കണി കാണണം ഗുരുവായൂരപ്പാനിന്നെ കണി കാണണം ഗുരുവായൂരപ്പാനിന്നെ കണി കാണണം ഗുരുവായൂരപ്പാനിന്നെ കണി കാണണം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമ 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 സങ്കീർത്തനം ഗോവിന്ദ
വഴി കാട്ടുക നാരായണ രൂപം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തകരുമ്പോൾ ആത്മാവായി പശുവേലിനായി അമൃതം പോലൂരിടുക നാരായണ നാമം. ഹരിനാരായണ നാമം. നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ ഓരോ നാമങ്ങളും നമ്മുടെ ഭക്തിയുടെ ഓരോ തലങ്ങളിലേക്ക്, സഖ്യഭാവത്തിലേക്ക്, ദാസ്യഭാവത്തിലേക്ക്, സൗഹൃദഭാവത്തിലേക്ക് ഒക്കെ ഉയർത്തിക്കൊണ്ടുപോകുന്നവയാണ്. ഓരോ കീർത്തനങ്ങളും അങ്ങനെയാണ്. അതിൽ ലയിച്ചിരിക്കുമ്പോൾ സത്യത്തിൽ എല്ലാം മറക്കുന്ന ഒരവസ്ഥയാണ്. നല്ല ഒരു ലയാവസ്ഥയാണ് ഭഗവാന്റെ നാമസങ്കീർത്തനത്തിന്റെ ശ്രവണം എന്ന് പറഞ്ഞാൽ തന്നെ. നമുക്ക് വലിയൊരു അനുഗ്രഹം ഈ സുദിനത്തിൽ നമ്മളുടെ ഈ ലൈവ് പ്രോഗ്രാമിൽ ഭാരതത്തിൻ്റെ പരദേവതയായ ശ്രീ ബദ്രീനാഥ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ ലൈവിൽ അല്പനേരം വന്ന് നമ്മളെ കണ്ട് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ആ ക്ഷേത്രത്തിൽ നിന്ന് എത്രയോ അകലെയാണ് നമ്മൾ ഇരിക്കുന്നത് എങ്കിലും നാരദാദികൾ എന്നും പൂജിക്കുന്ന ആ ദിവ്യക്ഷേത്രത്തിലെ പൂജകന്റെ സാന്നിധ്യം, അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ വിവരണങ്ങൾക്കൊക്കെ അതീതമാണ്. അപ്പോൾ നമ്മളെ വന്ന് അനുഗ്രഹിച്ചു എന്ന് പ്രത്യേകം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാ ശ്രോതാക്കളെയും എന്ന് ഈ രംഗത്തിലൊന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്ക് ഭഗവാന്റെ മറ്റൊരു കീർത്തനത്തിലേക്ക്, പഴയ കാലങ്ങളിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ മുത്തശ്ശിമാർ ചൊല്ലുന്ന ഈണത്തിലുള്ള കീർത്തനങ്ങൾ, ഭഗവാനെ ഓരോരോ ഭാവത്തിൽ തൊടുന്ന ഒരു ഭാവം. ഇന്നൊക്കെ ഭൂലോകവൈകുണ്ഠമായ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ ചെന്ന് തൊഴാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ വിളിച്ചവർക്ക് മാത്രം ചെല്ലാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എത്രയോ പേര് മനസ്സുകൊണ്ട് പോകുന്നു. നമുക്കും അത് ഇവിടെ ഇരുന്ന് ആ ഭൂലോക വൈകുണ്ഠനാഥനെ കൈതൊഴാം 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 എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കീർത്തനത്തിലേക്ക് കടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ
കൃഷ്ണ ഹരേ. അമ്മയാം ദേവകി ജന്മമരുളിയ അഞ്ജന കണ്ണനെ കൈതൊഴുന്നേ. ആനന്ദത്തോടെ യശോദ വളർത്തോരു ഗോവിന്ദ പാദം കൈതൊഴുന്നേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കുംഭമോടമ്പാടിക്കത്ഭുതമാകിയ ചെന്താമരക്കണ്ണ കൈതൊഴുന്നേ. ഈശൽ കൂടാതോരോ ദൈത്യരെയും കൊന്ന കേശവനിൻ പാദം കൈതൊഴുന്നേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഭക്തിയ സംവേദനായൊരു ഭക്തപ്രിയനെ ഞാൻ കൈതൊഴുന്നേ. പൂക്കേറും കംസനെ കാലപുരി ചേർത്ത ഭക്തനാം കൃഷ്ണനെ കൈതൊഴുന്നേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. എല്ലാരും മോഹിക്കും രുക്മിണിയെ വേട്ട കല്യാണ രൂപനെ കൈതൊഴുന്നേ. ഏറെ സാർത്ഥമായി അർജുനൻ തന്നോടെ പേരൂതളിപ്പോനെ കൈതൊഴുന്നേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഐഹികമായയിൽ മോഹിതയാമെന്റെ കണ്ണു തുറപ്പോനെ കൈതൊഴുന്നേ. ഒന്നായ നിന്നെ ഞാനേതെല്ലാം രൂപത്തിൽ പൊന്നും നിത്യവും കൈതൊഴുന്നേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഓരോരോ വിസ്മയം കാണിക്കും നിന്നോടെ ചാരുപാദാംബൂജം കൈതൊഴുന്നേ. ഔദ്വല്യമേറിടും യാദവരത്നമേ കൈവല്യകാതരെ കൈതൊഴുന്നേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അംബുജനാഭനം സന്തരം പൂക്കുന്ന പൊന്നുപാദങ്ങളെ കൈതൊഴുന്നേ. അക്ഷരമെത്ര
കൃഷ്ണ ഹരേ അക്ഷരമെത്രയുണ്ടായാലും നിന്നോടെ സൽക്കഥ വാട്ടുവാൻ പോരാ പോരാ അച്യുത നിന്നോടെ ക്രിയാവിലാസങ്ങൾ ഉച്ചത്തിൽ വാട്ടുവാൻ ബുദ്ധി നൽകൂ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ 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 രാധാരമണ ഹരി ഗോവിന്ദ 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 ജയ ജയ നാമത്തിൽ മുന്നിടും ഞങ്ങളെ കാക്കണം നാവിയായി തീരുവാൻ നാവിയായി തീരുവാൻ നേർവഴി കാട്ടണം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പല ലീലാഭാവങ്ങളെയും നമ്മൾ കീർത്തനങ്ങളിൽ കൂടെ കണ്ടു. ബാലലീലകളിൽ പ്രസിദ്ധമാണ് നവനീത ചോരനായിട്ടുള്ള ഭഗവാന്റെ ആ ലീലകൾ. ഓരോ ഹൃദയങ്ങളെയും കവർന്നെടുക്കുന്ന ലീലയായിട്ടാണ് മഹാത്മാക്കൾ നവനീത ചോരന്റെ കഥകൾ പറയാറുള്ളത്, കേൾപ്പിക്കാറുള്ളത്. ഇവിടെ വെണ്ണ ചോദിക്കുന്ന ഗോപികളടുത്ത് വെണ്ണ ചോദിക്കുന്ന ആ ഒരു ഭാവം നമുക്ക് ഒരു കീർത്തനത്തിൽ കൂടെ കേൾക്കാം. വളരെ പ്രസിദ്ധമാണ് ഈ കീർത്തനം. പല ഗാനഗന്ധർവന്മാരും വാനമ്പാടികളും ഒക്കെ പാടിയ പാട്ടാണ്. ഭക്തർക്ക് മറക്കാൻ സാധിക്കാത്ത, മറക്കണമെന്ന് വിചാരിച്ചാലും മറക്കാൻ സാധിക്കാത്ത, നമ്മുടെ ഉള്ളിൽ മായാതെ നിൽക്കുന്ന ഒരു ഭാവമാണ് അടുത്ത കീർത്തനം. ഗോവിന്ദനാമ കീർത്തനം. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണതരാം ഗോപാല മുകുന്ദ വെണ്ണതരാം ഗോപാല നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണതരാം ഗോപാല മുകുന്ദ വെണ്ണതരാം ഗോപാല
കണ്ണ വെണ്ണതരാം ഗോപാല മുകുന്ദ വെണ്ണതരാം ഗോപാല വെണ്ണീക ആദ്യമയം വെണ്ണ സഹികളെ തന്നിരുക വെണ്ണ വേഗം സഹികളെ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണതരാം ഗോപാല മുകുന്ദ വെണ്ണതരാം ഗോപാല വെണ്ണതിനേരം ക്ഷീണമെല്ലാം തീർന്നു പാടു സഹികളെ വയ്ക്കുന്നു നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണതരാം ഗോപാല മുകുന്ദ വെണ്ണതരാം ഗോപാല നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണതരാം ഗോപാല മുകുന്ദ വെണ്ണതരാം ഗോപാല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ കണ്ട കാന്ത നന്ദ ആനന്ദ നന്ദ നന്ദ ഗോപാല നന്ദ ആനന്ദ നന്ദ സുന്ദര ഗോപാല നന്ദ ആനന്ദ നന്ദ സുന്ദര ഗോപാല ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല. ഹേ മാധവ ഹേ കേശവ 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 ഹേ മാധവ ഹേ കേശവ. മുരളീധരാ കണ്ണ മനോഹര മുരളീധരാ കണ്ണ മനോഹര മുരളീധരാ കണ്ണ മനോഹര ആനന്ദ കണ്ണ സുന്ദര ഗോപാല സുന്ദര ആനന്ദ കണ്ണ സുന്ദര ഗോപാല സുന്ദര
ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദനാമ സങ്കീർത്തനം നീലോൽപലമുഖശ്യാമം മനോജ്ഞഭാലം മയി പീലി അണിഞ്ഞകേശം ചേലൊത്തമന്ദസ്മിതവും സ്മരിച്ചു ഈരേണമേ കൃഷ്ണ മദീയ ജന്മം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരി മുരാരേ ശ്രീരാധികാ മോഹന പത്മനാഭ നാമങ്ങൾ ഈ മട്ടു നാമങ്ങൾ ഈ മട്ടു സദാ ജനിച്ചു തീരേണമേ കൃഷ്ണ മദീയ ജന്മം ഉച്ചത്തിലാ നാമഗണം ജപിച്ചും ഉച്ചത്തിലാ നാമഗണം ജപിച്ചും സച്ചിൽ സ്വരൂപം ഹൃദയത്തിലോർത്തും മറ്റുള്ള കാര്യങ്ങൾ മറന്നുവാണും തീരേണമേ കൃഷ്ണ തീരേണമേ കൃഷ്ണ മദീയ ജന്മം മദീയ ജന്മം ഹരിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഗോപാല ഹരിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഗോപാല ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഗോപാല ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഗോപാല ഹരിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഗോപാല ഹരിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഗോപാല വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി നിത്യ 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 വാഹന ചോരി ഗോപി മനഹാരി നിത്യ 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 വാഹന ചോരി ഗോപി മനഹാരി ഗോപി മനഹാരി ഗോപി മനഹാരി ഹരിസുന്ദര 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 നന്ദമുകുന്ദ ഹരിനാരായണ ഗോപാല ഹരിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഗോപാല आओ रे गाना रे गोकुल के प्यारे आओ रे गाना रे गोकुल के प्यारे आओ
आओ रे कान्हा रे गोकुल के प्यारे आओ रे कान्हा रे गोकुल के प्यारे गाओ रे नाचो रे रास रचाओ रे गाओ रे नाचो रे रास रचाओ रे रास रचाओ रे रास रचाओ रे हरि सुंदर नंद मुकुंद हरि नारायण गोपाल 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 सर्वत्र गोविंद नाम संकीर्तनम गोविंद 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 नाम संकीर्तനം गोविंद गोविंद ശ്രീമദ് ഭാഗവതത്തിലെ അവതാര ശ്ലോകങ്ങൾ മാത്രം ഒന്ന് ചൊല്ലി നമുക്ക് ഈ നാമസങ്കീർത്തനം ഇവിടെ പൂർത്തീകരിക്കാം. ഭഗവാന്റെ ഓരോ അവതാരങ്ങൾ ഓരോ അവതാര ശ്ലോകങ്ങൾ ചൊല്ലുമ്പോഴും ഭഗവാന്റെ തിരുനാമത്തെ നാം ചൊല്ലേണ്ടതാകുന്നു എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കും. ശ്രീശുക ഉവാച അഥ സർവഗുണോ വേദകാല പരമശോഭന യർഹേവാജനജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദിശപ്രസീദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീ മംഗളഭൂയിഷ്ഠപുരഗ്രാമം വ്രജാകര. ഓം നമോ ഭഗവതേ വാസുദേവായ. നദ്യപ്രസന്ന സലിലാ ഹൃദാജലരുഹശ്രിയ ദ്വിജാളികുലസംനാദസ്തവക വനരാജയ. ഓം നമോ ഭഗവതേ വാസുദേവായ. വപോ വായുസുഖസ്പർശം പുണ്യഗന്ധവഘശുചി അഗ്നയശ്ച ദ്വിജാദീനാം ശാന്താസ്തത്ര സമിന്ധത. ഓം നമോ ഭഗവതേ വാസുദേവായ. മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരഗൃഹ ജായമാനേ ജനേ തസ്മിൻ നേതൃദുന്ദുഭയോ ദിവി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗുക്കിന്നരഗന്ധർവാ പുഷ്ടു സിദ്ധചാരണാഃ വിദ്യാധര്യശ്ച നൃതൂരപ്സരോഭി സമം തദാ. ഓം നമോ ഭഗവതേ വാസുദേവായ. മുമുചുർമുനയോ ദേവാ സുമനാസി മുദാന്വിതാഃ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം. ഓം നമോ ഭഗവതേ വാസുദേവായ. നിശീഥേദമൗദ്ഭൂതേ
ജായമാനേ ജനാർദ്ദനേ ദേവജ്ഞാം ദേവലോകന്യാം വിഷ്ണുസ്വരൂപഗുഹാശയ ആവിനാസീം യഥാ പ്രാച്യാ ദിശേന്ദേവപുഷ്പല തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീനിവത്സലക്ഷ്മം കലശോഭിതസുഭം പീതാംബരം സാന്ധ്യവയോധരം മഹാർഘവകിടൂണ്യകിരീടകുണ്ടല വിഷാദവിഷ്മന്തസഹസ്രകുണ്ടലം ഉദ്യാഗാംഗരാലിതം വിരോചമാനം വസുദേവ ഹരീക്ഷണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സമസ്ത സാധുമണ്ഡലി സമസ്ത ഭജനമണ്ഡലി സമസ്ത സാധുമണ്ഡലി ഗോവിന്ദനാമ സങ്കീർത്തനം കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവരേ കാത്തനിർവണമുണ്ടേ കരുണാമയേ കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവരേ കാത്തനിർവണമുണ്ടേ കരുണാമയേ നിത്യവും ഭജിച്ചിടാം നിൻ ഗുണങ്ങൾ പാടിടാം നിസ്ഫുലപ്രഭാമയെ നമസ്കരിച്ചിടാം കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവരേ കാത്തനിർവണമുണ്ടേ കരുണാമയേ നീ വിളക്കു വെച്ചിടാം നേർച്ചകൾ പഠിച്ചിടാം തെച്ചിമാല ചാടി ഞങ്ങൾ പൂജ ചെയ്തിടാം കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവതേ കാത്തനിർവണമുണ്ടേ കരുണാമയേ കണ്ണിഴി തുറക്കണേ കനിവിലൊന്നു നോക്കണേ കന്മഷങ്ങൾ നീക്കിയെന്നെ കാത്തീരണേ കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവതേ കാത്തനിർവണമുണ്ടേ കരുണാമയേ തെറ്റുകൾ പൊറുക്കണേ നേർവഴികൾ കാട്ടണേ മറ്റൊരാശയം ഞങ്ങൾക്കാരാണമേ കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവതേ കാത്തനിർവണമുണ്ടേ കരുണാമയേ അമ്മേ കരുണാമയേ ദേവി കരുണാമയേ ലക്ഷ്മി കരുണാമയേ ഭദ്രേ കരുണാമയേ ദുർഗേ കരുണാമയേ അമ്മതന്നാശ്രയം ദേവി തന്നാശ്രയം അമ്മയല്ലാതെ മറ്റാരുമില്ലാശ്രയം അമ്മതന്നാശ്രയം ദേവി തന്നാശ്രയം അമ്മയല്ലാതെ മറ്റാരുമില്ലാശ്രയം രമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുഭവന പുരേഷ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥാന പരിപൂർണ ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥാന പരിപൂർണ ശരണം മേ തവ ചരണയുഗം
ഭാഗവത പ്രിയ ഭക്തജന പ്രിയ ശരണം മേധവചരണയുഗം സദ്ഗുരുനാഥപരിപൂർണ ശരണോ മേധവചരണയുഗം കൃഷ്ണായ വാസുദേവായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഈ സുദിനത്തിൽ ഇങ്ങനൊരു നാമ അർച്ചന നമുക്ക് നിർവഹിക്കാൻ സാധിച്ചത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം, സജ്ജനങ്ങളുടെ അനുഗ്രഹം, ഗുരുഭൂതന്മാരുടെ അനുഗ്രഹം. അവരുടെയൊക്കെ പാദങ്ങളെ നമസ്കരിക്കുക അഥവാ ഇവിടെ ഇരുന്ന് അവരെ നമസ്കരിക്കുന്നു എന്നുള്ള സങ്കല്പമാണ്, മനസ്സുകൊണ്ട് ചെയ്യലാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കർമ്മം. അതുകൊണ്ട് ആ ഗുരുഭൂതന്മാരെ, പ്രത്യേകിച്ചും ശ്രീ ബ്രഹ്മർഷി മോഹൻജി, അദ്ദേഹത്തിൻ്റെ പാദത്തിൽ, അതുപോലെ മറ്റ് ഭാഗവത പരമ്പരയിലെ ഗുരുഭൂതന്മാർക്കും എല്ലാവർക്കും സർവോപരി ശ്രീ ഗുരുവായൂരപ്പനും നമസ്കാരം ചെയ്തുകൊണ്ട് ഈ നാമസങ്കീർത്തന അർച്ചന ഭഗവാന്റെ പാദത്തിൽ. ഭഗവാന് അർച്ചനകൾ ഇഷ്ടമാണ്. നവവിധ ഭക്തിയിൽ ഒന്നാണ് അർച്ചന. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പൊ അതിലൊന്നാണ് അർച്ചിക്കുക എന്നുള്ളത്. അത് ഭഗവാന് ഏറ്റവും പ്രിയം ഭഗവാന്റെ നാമമാണ്. എന്തുകൊണ്ട് ഭഗവാന്റെ നാമം സ്വന്തം നാമമായതുകൊണ്ട് മാത്രമല്ല, അത് ഭഗവത് ഭക്തന്മാര് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവാൻ അവർക്ക് കൊടുത്തൊരു അനുഗ്രഹമാണ് ഓരോ നാമങ്ങളും. ഓരോ നാമത്തിന്റെ പിറവികളെ, ഇല്ലെങ്കിൽ അതിന്റെ പിറവിക്ക് കാരണമായ കാര്യങ്ങളെ നമ്മൾ അന്വേഷിച്ചു തന്നാൽ അത് ഭഗവാന്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ നാമം നമുക്ക് നാവിൽ കൂടെ ചൊല്ലാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പൊ അതിനൊരു സുദിനം കൂടിയായി ഈ അവതാര സുദിനം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ നാമസങ്കീർത്തന അർച്ചനയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, പിന്നീട് വിവേക് വാസുദേവൻ, ആര്യ കെ വിവേക്, ചിത്ര ഹരീഷ്, ശ്രീ ലക്ഷ്മി, അതുപോലെ രമാ ഹരിനാരായണൻ, അതുപോലെ സന്ധ്യ വിവേക്, പിന്നെ ഇവരൊക്കെയാണ് നാമസങ്കീർത്തനത്തിൽ പങ്കെടുത്തത്. അതുപോലെ ഇതിൽ കൂടെ ചേർന്ന് അർച്ചിച്ച പേരും നാമസങ്കീർത്തനങ്ങളെ സഹായിച്ച പേരുമുണ്ട്. എൻ്റെ സുഹൃത്ത് ശ്രീ ഹരീഷൻ, പിന്നീട് മകൻ ശ്രീ ഹരീഷൻ, അതുപോലെ ജ്യേഷ്ഠൻ ശ്രീ മുരളീധരൻ. ഇവരെല്ലാവരും ചേർന്നിട്ടാണ് അമ്മയുടെ തിരുനടയിൽ ഇരുന്നും കൊണ്ട് ഈ നാമസങ്കീർത്തന അർച്ചന സമർപ്പിച്ചിട്ടുള്ളത്. അണിയറയിലും പിന്നണിയിലും പ്രവർത്തിച്ച എല്ലാവർക്കും, അതുപോലെ മുണ്ടനാട്ട് ശ്രീ രേവതി അവർക്കും പ്രത്യേകം സന്തോഷം, കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഇത് പലരും ഷെയർ ചെയ്യുകയും പല ദേശങ്ങളിലിരുന്ന് അവരവരുടെ ഭവനങ്ങളിലിരുന്ന് ഭഗവാന്റെ കാരുണ്യത്തിന്റെ ഒരു മഴ പെയ്തിറങ്ങി. അതിനുശേഷമാണ് ഈ കാരുണ്യത്തിന്റെ നാമവർഷം. ഇതാ വീണ്ടും കാരുണ്യ വർഷത്തിന് കാത്തു നിൽക്കുന്നു പ്രകൃതി. അപ്പോൾ ഇത് ഓരോരോ ഭവനങ്ങളിൽ നിന്ന് കേൾക്കുകയും
അറിയാവുന്ന നാമങ്ങൾ കൂടെ നിന്ന് ചൊല്ലുകയും അല്പനേരം നിങ്ങളുടെ മനസ്സ് ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഭഗവത് കൃപ നമ്മളിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു തുള്ളി, നമ്മൾ പറയുന്ന ഒരു അമൃതത്തിന്റെ തുള്ളി എന്ന് പറയുന്ന പോലെ നാമാമൃതന്റെ ഒരു തുള്ളി നമുക്കും കുറച്ചു നേരം നൽകുകയും കുറച്ചു നേരം നല്ല മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് മനസ്സ് സകല പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്നും വിടുതലെടുത്ത് ഭഗവാന്റെ കൂടെ സഞ്ചരിച്ചു. ഇത് തന്നെയാണ് വൃന്ദാവനത്തിലെ പണ്ട് ഗോപന്മാർക്ക് ഭഗവാൻ കൊടുത്ത അനുഗ്രഹം. ഇതുപോലെ ഓരോ ജീവനും സാധിച്ചാൽ എത്ര കൃതാർത്ഥമായി കഴിഞ്ഞു നമ്മുടെ ജന്മം. അപ്പൊ അതുണ്ടാവട്ടെ, ഗുരു നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് സമർപ്പിക്കണം. ഈ നാമാർച്ചനയിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളോ പോരായ്മകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സാദരം പൊറുക്കണേ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമസ്കാരം. രാധേശ്യാം 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 രാധേശ്യാം. ജയ് മോഹൻജി ജയ് മോഹൻജി. ജയ് മോഹൻജി. ജയ് മോഹൻജി.